പഴയ പാത്രമായിരിക്കും. സ്വർണ്ണം ഇതോടെ സ്വർണ്ണം ആണി. നമ്മളെ എന്തായാലും കാറെടുത്ത് പുറത്തിറങ്ങിയില്ലേ, നമുക്ക് ഇന്ന് വരക്കശ്ശേരി മനക്ക് പോവുക. ഞാൻ പോയിട്ടേട്ടാ. പോവുക എന്നോ? പോവാലോ. വഴി അറിയാം നിനക്ക്? ഞാൻ മാപ്പ് ഇടാം. നീ മാപ്പ് ഒന്നും ആവശ്യമില്ലടാ. നമ്മളെന്താ ഒറ്റപ്പാലത്തല്ലേ ഇരിക്കണം. ശരി പോവാ. ആ ഷെഫീക്ക് തൂമ കണ്ട വിളിച്ചിട്ട് വന്നേലല്ലോ. അവൻ വരണ്ടാ. അവൻ എന്തിനാണ്ടാ പോലം കെട്ടവനെ വിളിച്ചിട്ട് പോയിട്ട് ഒരു കാര്യം. നിനക്കേ വരക്കശ്ശേരി മന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നിനക്ക് എന്താണ് അറിയില്ല? എന്താണ്ടാ ഉണ്ണി, എടാ നമ്മളുടെ വരക്കശ്ശേരി മന എന്ന് പറയുമ്പോഴേ 300 വർഷം പഴക്കമുണ്ട്. അതറിയോ? നമ്മളുടെ ലാലേട്ടന്റെയും പിന്നെ അതേപോലെ ഒരുപാട് സിനിമകൾ എടുത്ത ലൊക്കേഷനാണ്. അതറിയാം. നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല മറ്റേ വലിയ മാങ്ങ മരമൊക്കെ ഉണ്ടാവും പുറത്ത്. മാങ്ങമരം. മാങ്ങ തരുവോ ചോദിച്ചു നോക്കുക. നമുക്ക് ഉമ്മറത്തില്ലേ ആ തിണ്ണയില്ലേ വരാന്താ, തിണ്ണന്റെ ഉമ്മറത്തായിട്ട് വലിയൊരു മാങ്ങ മരമുണ്ട്. എന്ത് മാങ്ങ അതറിയില്ലട്ടാ. നമുക്ക് അവിടെ പോയി നോക്കുക. നോക്ക് എന്താണ്ടാ നോക്ക് സ്ഥലം. ആടാ ഉണ്ണി, നല്ലൊരു മരം നോക്ക്. ഇവിടെ നോക്കടാ, എത്ര വലിയ മരമാണ് മുറിച്ച് തള്ളിയിരിക്കുന്നത്. ഈ പൊലക്കെട്ടവന്മാര് റോഡ് വികസനത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാണ്. നിനക്ക് വണ്ടി ഓടിക്കണം പറഞ്ഞു, റോഡ് വേണം പറഞ്ഞു. അതിന് നല്ല റോഡ് ഇട്ടാ പോരടാ. അതിനെന്തിനാണ് ഈ മരത്തിന്റെ മല അടിപൊളിയല്ലേ മല. നമ്മള് കാറിൽ പോയത് കൊണ്ട് കാണാൻ പറ്റിയില്ലടാ. ഞാൻ നമുക്ക് അതിന് മേലെ കേറാ. പോവുക വണ്ടിയുടെ. ആദ്യം നമുക്ക് മനക്ക് പോയിട്ട് സമയം ഉണ്ടെങ്കിൽ നോക്കാം. അതിനെന്താണ് പോവുക. ഇപ്പോ മെയിൻ റോഡിൽ നിന്ന് നമ്മള് വരക്കശ്ശേരി മനന്റെ റോട്ടിക്ക് കയറിയിട്ടോളേ. അപ്പോൾ ഇതാണ് വരക്കശ്ശേരി മനക്ക് പോകുന്ന വഴി. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ ഡ്രൈവർ മാറിയിട്ടാ. ഇപ്പോൾ റഹീമാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മള് എന്താ റോഡ് അല്ലേ, നന്നായി റോഡ് കിട്ടാ. ഈ റോഡ് പോലെയാണ്. നോക്കി ആ സ്വിഫ്റ്റിന്റെ അടിയൊക്കെ മുട്ടിയിട്ടാ. അയാൾ കൂളിംഗ് ഗ്ലാസ് ഇട്ടുകൊണ്ട് അടിയാൾക്ക് അറിയുന്നില്ല. പൊട്ടനാണ് തോന്നുന്നത്. എന്റെ പോലെയാ. എന്താണ്ടാ ഉണ്ണി. അപ്പോ നമ്മള് മനയെത്തി. ആണ് നമ്മളുടെ മന. ഇതൊക്കെ ബാക്കാണ് ഇട്ടോളി. ഇത് കാണുന്നതൊക്കെ വയസ്സായ അപ്പൂപ്പ നമ്മളെ വരാൻ പറയുന്നുണ്ട് കേട്ടാ. നല്ലൊരു അപ്പൂപ്പനാണ് തോന്നുന്നു. അപ്പൂപ്പനൊക്കെ ഒരു ലൈക്ക് കൊടുക്കണം. അങ്ങോട്ട് പോകാൻ പറഞ്ഞു. മംഗലശ്ശേരി നീലകണ്ഠന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ വരക്കശ്ശേരി മന. ഇവിടെ നമ്മളൊരു ഇത് അടയ്ക്കണം ടോളി. 60 കൊടുക്കുക. പൈസ കുറേ ഉണ്ട്. എന്നിട്ട് ഇല്ലാന്ന് പറയും. കള്ളപ്പം കാർഡുകൾ മാത്രമേ ഉള്ളൂ. പൈസ പറയുന്നുണ്ട്. ശരി പോവാ. നിക്ക് ബാക്കി മേടിക്കട്ടെ. ബാക്കിയാ എന്താ അല്ലേ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് വലിയ മാങ്ങമരം. ഇത് എത്ര തണല് കണ്ട. ഈ വലിയൊരു മരമാണ്. ഇത് നിനക്ക് തരും നിനക്ക് തോന്നുന്നുണ്ടാ? ഏതാ മാങ്ങാന്ന് നമുക്ക് ചോദിക്കുക. മന എന്തായാലും സെറ്റ് കിട്ടാ. ഓ നീ നടന്നോ? അതിനെന്താണ്. ഇതാണ് മോഹൻലാൽ ഇരുന്ന് മറ്റേ സിനിമയില്ലേ ദേവാസുരം ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഇത് അകത്തേക്ക് കയറാൻ പറ്റില്ല. വഴിയുണ്ട്. അപ്പൊ നമുക്കുള്ളിൽ പോവാ കേട്ടാ. ഇവിടെ എപ്പോഴും ക്ലീൻ ചെയ്യാനൊക്കെ ആളുണ്ട് കേട്ടാ. നോക്ക് ഇവിടെ ഫുൾ ടൈം ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും ആളുണ്ട്. എന്താണ് ആടാ സുരക്ഷാ കാരണങ്ങളാൽ മനയുടെ മുകളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. പാദരക്ഷകൾ പുറത്തു വെക്കുക. കണ്ടോ ഇവിടെ എപ്പോഴും ക്ലീൻ ചെയ്യാൻ ആൾക്കാരുണ്ട്. പൊന്നു ഉള്ളിൽ തണുപ്പ് നോക്ക്. ഇതാണ് മനന്റെ ഉള്ളിൽ. ഇതെന്താ കണ്ട. ഇത് എത്ര വർഷം പഴക്കമുണ്ടാവും ചേച്ചി? 260 പഴക്കമുണ്ടോ? 10-10ഒന്നുമല്ലടാ. ഇത് 20-20 ഉണ്ട്. നല്ല മാസ്റ്റർ ബെഡ്റൂമാണ്. ജനല കണ്ടോ?
പണ്ടത്തെ ജനാല എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് മറ്റേ നമ്മുടെ കമ്പിക്ക് പകരമുള്ളതും പിന്നെ താഴെ നോക്ക് ആൾക്കാരെന്തെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിലോ പാമ്പ് എന്തെങ്കിലും കയറുകയാണെങ്കിൽ അതിന് ഇങ്ങോട്ട് കയറാണ്ടിരിക്കാനാണ് സെറ്റപ്പ്. കണ്ട 2 കൊടുത്തിട്ടുണ്ട്. ഇത് നോക്ക് ഇവിടെ നോക്ക് ബാത്റൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇത് നമ്മളൊക്കെ ഇപ്പോഴാണ് അറ്റാച്ച്ഡ് എടുക്കണേ. ഇത് പണ്ടേ അവർ കൊണ്ടുവന്നത്. കണ്ട അറ്റാച്ച്ഡ് ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും വെച്ച് മറക്കുമായിരിക്കും. കണ്ടോ മൂത്രമൊഴിക്കാനൊക്കെ പറ്റുന്ന അതാണ് 100 വർഷം പഴക്കമുള്ള അറ്റാച്ച്ഡ് ആണിത്. ഇതെന്താണെന്നറിയോ? ഇതെന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ബാത്റൂം കണ്ടില്ലേ, അതിന് അറ്റാച്ച്ഡ് ബാത്റൂം പറഞ്ഞു, അതിൻ്റെ ഔട്ട്ലെറ്റ് ആണ് കേട്ടോ. ഇതാണിത്. പിന്നെ അടുത്ത നമ്മൾ ഉള്ളിലേക്ക് കിടക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് എൻ്റെ പൊന്നു, ഒരു വാതിലിൻ്റെ ഭംഗി കണ്ടോ നിങ്ങൾ? ഈ വാതിലൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഇതൊക്കെ ഒറ്റ തടിയാണ്. ഇതാണ് മുറ്റം. ഇത് കണ്ട എൻ്റെ അമ്മോ, ഈ തൂണുകളൊക്കെ നോക്ക്. ഒരാൾ ചേർന്ന് പിടിക്കണുണ്ടോ എന്നാലേ കിട്ടുള്ളൂ. ഷഫീഖിൻ്റെ സൈസ് ഉണ്ട് അല്ലേ? ശരിയാണ്ടോ? എന്തായാലും ഇത് കൊള്ളാട്ടാ. ഇത് ഈ മരങ്ങളൊക്കെ കണ്ട, ഇത് എത്ര വലിയ മരങ്ങളാണ് ഇത്. നോക്ക്, ഇതൊക്കെ ജോയിന്റുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ എന്ത് ഇത്? നോക്കടാ, ഇതെന്ത് നിസ്സാരമാണിത്. നിസ്സാരമല്ലാട്ടാ ഇത്. ഈ മിറ്റം കണ്ട അടിപൊളി. പിന്നെ അതേപോലെ ഇവിടെ വന്ന് പ്ലാൻ ചെയ്യാം അല്ലേ? പ്ലാൻ ചെയ്യാൻ പറ്റിയ ആംബിയൻല്ലേ? അതെ ശരിയാണ്ടാ. എടാ നിക്ക്, ഇത് ഫുള്ളായിട്ട് ഇവിടെ വിശദീകരിക്കും, എന്നിട്ട് പോവാ. ഇതുണ്ടോ, ഇത് താഴേക്ക് ഇറങ്ങാനുള്ള കല്ലാണ് തുടങ്ങി. ഇതുണ്ടോ താഴേക്ക് ഇറങ്ങാനും ഉള്ള കല്ല്. ഇതാണ് താഴേക്ക് ശരി മന. ഇവിടെ മൊത്തം 72 റൂം അങ്ങനെ എന്തോ ആണ് ഇവിടെ ഉള്ളത്. ഇത് വന്നിട്ട് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് വീഴും. എന്നിട്ട് വെള്ളമൊക്കെ അതിൽ കൂടെ പോകും. എന്താണ്ടാ ഇത് നോക്കടാ. ഇത് ഏത് സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പറയും. ഇതില് ഇവിടെ നിന്നിട്ട് മറ്റേ പറയില്ലേ, ആര് ദിലീപ്, വാളെടുത്ത് വീശടാന്ന് പറയില്ലേ, അത് ഏത് സിനിമ എന്നറിയോ? ഇത് ഡൈനിങ് ആണ്. അത് ശരി, നിനക്ക് എങ്ങനെയാണ് അതൊക്കെ അറിയണ്? അതിന്റെ മോള് നോക്കടാ. ഇത് നോക്ക്, ഇവിടെ തറയിട്ടിട്ടില്ല കേട്ടാ. ഇത് ഒറിജിനൽ മണ്ണാണ് ഞമ്മൻ്റെ. ഓ ഇതെന്താണ് ബലൂല്ലാണ്ടിരിക്കോ? ഓ നീ തൂങ്ങിക്കോ, ഇതെന്താണ്ട? നീ ഇവിടെ കിടന്ന് പുഷപ്പ് എടുക്കുകയാണ് ഇപ്പോൾ. വീട്ടിൽ പോയി പുഷപ്പ് എടുക്കറാവും നീ. അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലേ? ഇതെന്താ സംഭവം? അതൊന്നും തൊടണ്ടാട്ടോ, അതൊക്കെ അവരിൻ്റെ ആചാരങ്ങളുടെ എന്തൊക്കെയോ ആണ്. ഇത് അതന്നെ, അല്ലാതെ ഇതിങ്ങനെ വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ടില്ലല്ലോ. ഉണ്ടോ? ഇത് അപ്പുറത്തും ഉണ്ട്. അപ്പുറത്ത് എന്തൊക്കെയോ കുപ്പിയൊക്കെ വെച്ചിരിക്കുന്നു. അത് ഈ ഇവന്മാരുണ്ടല്ലോ കുറച്ച് ആൾക്കാർ. ഇതാ അവിടെയുണ്ട്, എല്ലാവിടെയും ഉണ്ട്. അറ്റാച്ച് ബാത്റൂം എല്ലാവിടെയും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നോക്ക്, ചൂട് എടുക്കണ്ട നിനക്ക്? ചൂടേ ഇല്ല. നമ്മൾ പുറത്ത് നിന്നപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. ഇവിടെ ചൂടേ ഇല്ല. ഇതാണ് അടുക്കള അല്ലേ? എൻ്റെ അമ്മോ, ആട്ടുകല്ല് നോക്കറ ഉണ്ണി. ഒന്ന് ആട്ട് നീ. അതൊന്ന് പൊന്തിക്കാൻ പറ്റുമോ നിന്നെ കൊണ്ട്? എൻ്റെ അമ്മോ, പണ്ടത്തെ പെണ്ണുങ്ങളപ്പം എത്ര പണിയെടുത്തുണ്ടാവില്ലേ? ഇതാണ് നോക്ക്, ഇതാണ് കിണർ. ക്യാമറ താഴെ ഫോണ്. അയ്യോ ഇത് നോക്ക്, നോക്കടാ. വർക്കിംഗ് ഉണ്ടാവില്ല. അത് മേലെ അത് വെച്ചിരിക്കണു, അത് വീഴണ്ട. ശരിക്കും ഇത് നന്നായിട്ടുണ്ട് കേട്ടാ. നോക്ക്, അതായത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടാ. ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയുമോ? ഇതാണ് നമ്മുടെ അടുക്കള വരുന്നത്. അടുക്കളയിൽ നിന്ന് നോക്കി കിണർ എങ്ങനെ നിൽക്കണെന്ന്. എൻ്റെ അമ്മോ, അത് വല്ല പഴയ പാത്രമായിരിക്കും. സ്വർണ്ണോ? എവിടെ സ്വർണ്ണ ആണി? വരക്കശ്ശേരി മനയിൽ സ്വർണ്ണോ? തേങ്ങ പേപ്പർ ചുറ്റി വെച്ചിക്കടാ.
ഛേ പറ്റിച്ചറിഞ്ഞു ഉണ്ടാവും ഇനി ശരി എന്താ നോക്ക് തേയില്ല മെലഡിയിലെ മുട്ടായില്ലേ അതിന്റെ കവറ് മെലഡിയിലെ മുട്ടായില്ലേ അതിന്റെ കവറ് കവറാണല്ലേ സ്വർണ്ണ സ്വർണ്ണം ഇങ്ങനത്തെയൊക്കെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ടല്ലോ. എൻ്റെ അമ്പോ ഇതൊക്കെ ഇപ്പൊ കെട്ടിയുണ്ട് ഇരുമ്പാണ്. ഇത് ഇരുമ്പാണ് ഇതൊക്കെ ഇപ്പൊ കെട്ടിയതാണ് ഇതൊക്കെ ഇപ്പൊ കെട്ടിയാണ് പക്ഷെ നല്ല വിശാലമായിട്ടുണ്ട് അല്ലേ ഇത് മൊത്തം 400 ഏക്കറല്ലേ മൊത്തം 400 ഏക്കർ കുളം നോക്കുമ്പോ കുളമൊക്കെ നോക്കുക വാ നല്ല താഴ്ചയാണ് അതിന്റെ അപ്പുറത്താണ് കുളം അതാ അവിടെയാണ് തോന്നുന്നു കേട്ടോ സ്റ്റെപ്പ് നമുക്ക് ആ ബാക്കിൽ പോയി നോക്കിയിട്ട് വരിക ശരിപ്പെട്ടിട്ട് വരായിരുന്നു അല്ലേ ഇടാൻ പോണോ എടാ ആനന്ദ തമ്പുരാനല്ലേ നമ്മുടെ നമുക്ക് ഞാൻ കാണിച്ചു തരാം എൻ്റെ അമ്പോ നല്ല അമ്പലം നല്ല ഭംഗിയുണ്ടാവും നമുക്ക് ഇതൊക്കെ പറയാൻ നമുക്ക് അറിയില്ല തുടങ്ങി ഇതിൻ്റെ ബാക്കിയൊന്നും നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം കുളത്തിൻ്റെ കടവിലേക്ക് പോവുക പൂട്ടിയിരിക്കുകയാണ് അതെ ആരെങ്കിലും വന്നിട്ടേ വേണ്ട പറഞ്ഞിട്ടാണ് പൂട്ടി വെച്ചിരിക്കുന്നത് മീൻ നോക്ക് ഇവിടെ ഇല്ലേ ഇവിടെ അവിടെ മീനൊക്കെ ഉണ്ട് ഇവിടെ മൊത്തം 4 കുളം എന്തോ ഉണ്ട് 4 കുളമുണ്ടോ ഒന്നേ കണ്ടോളൂ ബാക്കി നോക്കാം നമുക്ക് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും അല്ലേ അമ്പലം നോക്കാം ഉള്ളിൽ കയറാൻ പറ്റില്ല എന്തായാലും ഇവിടെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇവർക്ക് ലോക്കാണ് ഇത് നോക്ക് ഇതാണ് അമ്പലം ശരിക്കും പഴയ അമ്പലം തന്നെ കേട്ടോ നീ നോക്ക് ആ കെട്ടിൻ്റെ മേലെ അവർ പലക കൊണ്ട് പട്ടിയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ എന്താണ്ടാ ഉണ്ണി നീ പറയുന്നത് അല്ലടാ അത് കാണു നീ ഇതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാണിച്ചു കൊടുക്കും വേണ്ട അറിയിപ്പ് അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല ആർക്ക് അഹിന്ദുക്കൾക്ക് ഇവിടെ ഒരു ഇതാ ഇത് നോക്ക് ഇതിൻ്റെ മേലെ എന്തായിരിക്കും നോക്കാം ജസ്റ്റ് നോക്കാം മച്ചുറൂം ആടാ മച്ചുറൂം എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ അത് എൻ്റെ അമ്മമ്മൻ്റെ വീട്ടിൽ ഇതാ ഇതിന് ഇതാണല്ലേ റാക്ക് പഴയ മറ്റേ മരത്തിൻ്റെ കട്ടി നോക്കി അമ്പോ ഇപ്പൊ ചേണ്ട ഇവിടെ ആരോ താമസം ഉണ്ടല്ലോ ആള് താമസം കടിക്കുവോ രതീഷേ അതാ ഇതീ കൂടിയും കിണറിൽ വെള്ളം കോരാപ്പാ കോരി നോക്കാം ഇത് വർക്കിംഗ് ആടാ മറ്റേ ഇതില്ലേ എന്താണ് നരൻ സിനിമയിൽ വേലായുധൻ മറ്റേ വലിയ പേര് മരിച്ചിട്ട് അവിടെ ഇരുന്ന് കരിയല്ലേ ഓർമ്മയുണ്ടോ അത് ഈ കൂടെ തുറക്കാൻ പറ്റില്ല അവിടെ ലോക്കാണ് പക്ഷേ ഈ ലോക്ക് നോക്കിയില്ലേ ലോക്കാണ് അങ്കിരുന്ന് ഫോട്ടോ ഇതാണ് പണ്ടത്തെ ലോക്കും ആ വാതലും ആ ഞമ്മ പതി കൂടെ വന്ന് നോക്കിയിട്ട് പോയതല്ലേ അടച്ചു വെക്കി അതിൻ്റെ കൊണ്ടി എന്താ അങ്ങനെ ലോക്കായിട്ടില്ലടാ അതങ്ങനെയാണ് കേട്ടോ ലോക്ക് ഇത് ഏത് സ്ഥലം എന്ന് മനസ്സിലായി നിനക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മളെ മറ്റേ നരൻ സിനിമയിലേ വല്യം പേര് മരിച്ചു എന്ന് പറഞ്ഞിട്ട് വല്യം പേരിനെ അവിടെ കിടത്തിയിട്ട് മോഹൻലാൽ അവിടെ ഇരുന്ന് കരയണത് എന്നിട്ട് സിദ്ദീഖ് വന്നിട്ട് എണിച്ച് പോടാന്ന് പറഞ്ഞിട്ട് പറയില്ലേ ആ സ്ഥലമാണ് ഇത് അതെന്താണ് വിളിക്ക് അവിടെ തുറക്കാൻ പറ്റുമോ ലോക്കാണ് പറയും പത്തായപ്പുരയ്ക്ക് പോവാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മോഹൻലാൽ വന്നിരുന്ന കോലായിട്ടാ ഇത് കണ്ട ഇതേപോലെ തന്നെ ഇരിക്കുക കേട്ടാ അവൻ മോഹൻലാൽ വന്നിട്ടേ നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത് അല്ല കമ്പയർ ചെയ്യലടാ അല്ല മോനാട്ടനല്ല ലാലേട്ടൻ വന്നിരുന്ന സ്ഥലം ഞാൻ പറയുകയാണ് അതാൾ മാറിപ്പോയതാണ്ടാ ഉണ്ണി ഇത് ലോക്കൊക്കെ നോക്ക് എന്ത് ഭംഗിയാണ് ഇല്ലേ ഇതോ പാവിയെ തുറന്നടാ ആടാ തുറന്നടാ ഇത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നോക്ക് ഇതാണ് പത്തായപ്പുര
ഈ വലുതായിട്ട് കാണുന്നില്ലേ, ഇതാണ് പത്തായപ്പുര കേട്ടോ. റഹീമേ ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് കാര്യം പറഞ്ഞു കൊടുക്കണം. ഇവിടുത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ പത്തായപ്പുര. അതായത് നെല്ലുകളും ധാന്യങ്ങളും സൂക്ഷിച്ചു വെച്ച സ്ഥലമാണ്. അതാണ് പത്തായപ്പുര. ഇപ്പോൾ മുകളിലേക്ക് പോകാനുള്ള വഴിയാണ് നമ്മൾ. അതാ മുണ്ടൊക്കെ ഇവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട്. ലോട്ടറിയൊക്കെ ഉണ്ട്. വെറുതെ എടുക്കണം. അപ്പോൾ ധാരാളം ധാന്യങ്ങൾ എന്താണ് നല്ല ഭംഗിയുണ്ട് അല്ലേ. എടാ എവിടെ നിന്ന് നോക്കിയാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതെന്താണ്? അതും അതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവര്. എൻ്റെ പൊന്നിടാ, ഇതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ അവർക്ക്. സ്റ്റെയർ നോക്ക്, ഇത് ഫുള്ളും മരമാണ് കേട്ടോ. അതെന്ത് മരമാണെന്ന് അറിയില്ല. ഇത് ഇതാ തട്ടിയാൽ പോലും നല്ല തണുപ്പില്ലേ. ഒരു ചൂട് പറയണ സാധനമില്ലടാ. ഇത് മരമൊക്കെ നോക്കും, ഒന്ന് ഇളകിയിട്ടും പോലും ഇല്ല കേട്ടോ. ഒരു സ്റ്റെപ്പ് പോലും ഇളകിയിട്ടില്ല. ഇതിൻ്റെ ഈ മോളിക്ക് പോവുക, പക്ഷെ അവർ ലോക്കാക്കി വെച്ചിരിക്കുക. എന്തെങ്കിലും കാരണം ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മോളിക്ക് കാണുമ്പോഴേ മറ്റേ പേടിയാവും. ഇത് കാണുന്നുണ്ടോ നമ്മള്? എൻ്റെ പൊന്നോ, എവിടെ നിന്ന് നോക്കിയാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സ്ഥലം. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതാണ് ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ച അറകൾ. നമ്മൾ ഒന്നൊന്നായിട്ട് കാണിച്ചു തരാം. നമ്മളൊരു സ്ഥലത്തുനിന്ന് വരാം, ഒരറ്റത്തുനിന്ന് വരിക കേട്ടോ നമുക്ക്. പിന്നെ ഇത് നോക്ക്, ഉണ്ണി അത് വിട്. ഇത് നോക്ക്, മരം നോക്ക്. ഇത്രയും കട്ടിക്കാണ് മരങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ മനം നോക്ക്. അതെ, ഇവിടെ നിന്ന് മനേൻ്റെ ആ വ്യൂ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണ് ഇല്ലേ. റൗണ്ട് സ്റ്റെയർ കാണണം. റൗണ്ട് സ്റ്റെയറാ? അതെവിടെ? ആടാ, ഇത് മൊത്തം ഇരുമ്പിലാണ് ഇല്ലേ. ഇങ്ങനെ കാണിച്ചാലേ ഇത് അറിയുള്ളൂ. താഴെ പോയിക്കോ, നമുക്ക് പോവാം. അതെന്താണ്? നിധിയൊക്കെ സ്ഥലമാണ്. നിധിയല്ല, അത് പറയുന്നില്ല. കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. അതാണ് പണ്ടത്തെ സാധനങ്ങൾക്ക് എപ്പോഴും ഭയങ്കര സ്ട്രോങ്. ഇതാ പണ്ടത്തെ സ്വിച്ച് കണ്ട ഷോക്ക്. അതിനും കറണ്ട് കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. നശിപ്പിക്കല്ലേ അതിന്. അത് ഓൺ ഓഫ് വെറൈറ്റി ആയിരിക്കും അല്ലേ. ഇതാണ് ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ച മുറികൾ, അറകൾ. ഇതാണ് പത്തായപ്പുര. ഇതവിടെ കുറേ മറ്റേ ഷൂവല്ലേ സ്വിച്ച്. അത് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഇത് കണ്ട ഉണ്ണി, ഇവിടെ നിനക്ക് ചൂട് എടുക്കണ്ടാ. എന്താ ഹൈലൈറ്റ്? ഇതിൻ്റെ ഹൈലൈറ്റ് അതാണ്. നോക്കി, ഇവിടെ നിന്ന് ഒരു വഴിയില്ല മോനെ. നമുക്ക് ആ റൗണ്ട് സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങാം. നമുക്ക് ഈ റൗണ്ട് സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്റ്റെപ്പ്. ഇതൊക്കെ ഇവരെ ഒന്ന് പെയിൻ്റ് അടിക്കുക, പോളിഷ് ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പഴയ ഇരുമ്പാണ്, കേടേ വരില്ല. ആട്ടമുണ്ട്, വീഴുവോ? സൂക്ഷിച്ചിറങ്ങിയാൽ മതി അല്ലേ. പക്ഷേ ഏട്ടാ, ഇനിയൊരു കാര്യം നീ ശ്രദ്ധിച്ചാ, ഇത് നോക്ക്. ഇത് പണിയാൻ വേണ്ടിയിട്ട് അവരെങ്ങനെ മരം നോക്ക്, എത്ര വളഞ്ഞിട്ടാണ് അവർ പണിതിരിക്കുന്നത്. വളച്ചെടുത്താൽ പണിതിരിക്കുന്നത് കണ്ടോ. കൂലി കൊടുക്കുകയല്ലടാ ഉണ്ണി. ഇത് ചെത്തി ക്ലിയർ ആക്കണം പറഞ്ഞാലേ പണ്ടത്തെ ആചാര്യന്മാർ നീ വിചാരിക്കണ പോലെയൊന്നും ഇല്ല. നടക്കും. ഞാൻ വളച്ചെടുക്കുക, അപ്പം നീ വളച്ചിട്ടില്ലേ? ഇതൊക്കെ പൂട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അവരുള്ളി പോണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതാ ആ ഡോറിൻ്റെ ലോക്കൊക്കെ നോക്കി. ഈ ലോക്ക് നീ കണ്ടിട്ടേ ഇല്ലേ? അതെന്താ അതിൻ്റെ പേര് പറഞ്ഞു? നീ പോടാരിയോ കൊണ്ടിയോ? അത് മോളിക്ക് പോക്കണം. അങ്ങനത്തെ തല വീണം, നിന്റെ തലയിൽ തന്നെ വീഴും. വേണ്ടാ, അതവ ആണി അടിച്ച് വെച്ചിരിക്കുകയായിരിക്കും.
വേണ്ട നമുക്ക് ഇത് നോക്കാം. എന്തിനു റിസ്ക് എടുക്കണം? അതന്നെ പൂട്ട് കണ്ടാ പണ്ടത്തെ പൂട്ട് ഇതെങ്ങനെയാ തുറക്കുക? എങ്ങനെ പൂട്ടുക? ഇത് ഇതിൻ്റെ ഉള്ളിൽ പോയിരിക്കണം. കേട് വരുത്തിയിരിക്കുകയാണ് ഇവര്. ഈ പോലങ്കട്ടന്മാർ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഭംഗിയുണ്ടോ? ഈ വരക്കശ്ശേരി മന എവിടെ നിന്ന് കണ്ടാലും നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് അത് മന, ഇത് പത്തായിപ്പുര. ഇത് പത്തായിപ്പുരയാണ്. പണിക്കാരും ഇവിടെയാണ് താമസിച്ചിരുന്നതെന്നൊക്കെ പറയണത് അല്ലടാ. ഇതാ ഇനിയൊരു കുളം. ഇതാ കുളത്തിലേക്ക് പോകാം. ഓ ഗായ്സ്, ഇറ്റ്സ് നോട്ട് എ കുളം. ഇത് വേറെ അപ്പുറത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തൊരു പഴയ വീടുണ്ടാ, കുമ്മി പറ ഉണ്ട്. അതാണ് ഒരമ്മച്ചി ഇരിക്കണം ഉമ്മർത്ത്. നോക്ക്, അവിടെ കുറെ പട്ടിക്കുട്ടി കൂട്ടം കൊണ്ടിട്ടാ. ആ പട്ടി വീട് നീളപ്പം എന്തോന്ന് പട്ടി വാടാ അങ്ങോട്ട്. അത് സാരദാ നിവാസ്, 2 നില വീടാണ്. അങ്ങോട്ടൊന്നും വേണ്ട. വാ, അവിടെ ആളില്ല. ശരി വാ, ശരി മാന അപ്പൊ കാണിച്ചു കൊടുക്കും. ഇതാ ഇവിടെയാണ് പേര്. ഫ്രണ്ടിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. വരിക്കാശ്ശേരി മന ഇത് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതാണ് അപ്പം എൻട്രൻസ് തോന്നുന്നു. ആ ശരിയാണ്. ഇതാ ഇവിടെ നിന്ന് പോയാലാണ് കറക്റ്റ് ആ മനയെ കാണുന്നത്. കറക്റ്റായിട്ട് മന ഫ്രണ്ട് കാണുന്നത്. അപ്പോൾ ഇതാണ് കുറ്റം. അപ്പം നമ്മൾ കുറേ നേരം വരക്കശ്ശേരി മനയിലൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് റഹീമ എല്ലാം ഉഷാറായില്ലേ? നമ്മൾ പോവാണ്. ഓക്കെ, എന്തായാലും ഒന്നും പറയാനില്ല ഗൈസ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവർ പണി തീർത്തിരിക്കുന്നതും പിന്നെ അതേപോലെ